ബോൾ റോളിംഗ് ഓൺ എ ലെവൽ റോഡ് ഗ്രാജുവലി സ്ലോസ് ഡൗൺ എന്നാണ് പറഞ്ഞത് അല്ലെ. ഒരു നിരപ്പായിട്ടുള്ള തറയിലൂടെ നമ്മൾ ഒരു ബോൾ ഉരുട്ടി വിടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അത് പോയി നിൽക്കുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫോഴ്സ് കോസസ് ബോൾ സ്ലോ ഡൗൺ എന്നാണ് ചോദിച്ചത് അല്ലെ. എന്ത് ഫോഴ്സ് ആണ് ആ ബോളിനെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ബോൾ നിൽക്കാൻ മോഷനെ എതിർക്കുന്ന ഫോഴ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഫ്രിക്ഷൻ ഘർഷണമാണെന്ന് മനസ്സിലാക്കാം. നോക്കൂ, സജസ്റ്റ് ടു മെത്തേഡ്സ് ടു റെഡ്യൂസ് ദിസ് ഫോഴ്സ് എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഈ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് 3 ആൾക്കാരെയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാണ് സ്ട്രീം ലൈനിങ് അഥവാ ധാരാരേഖിതമാക്കൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. സ്ട്രീം ലൈനിങ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂബ്രിക്കൻസ് അല്ലെ. ലൂബ്രിക്കൻസ് അഥവാ സ്നേഹകങ്ങൾ നമ്മൾ ഓയിൽ ഗ്രീസ് ഒക്കെ പോലുള്ള ആൾക്കാരെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതുപോലെ സ്മൂത്ത് ആവും അഥവാ ഫ്രിക്ഷൻ കുറയുന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അടുത്തതാണ് ബോൾ ബിയറിംഗ്സ് അഥവാ നീഡിൽ ബിയറിംഗ്സ് എന്ന് പറയുന്നത്. ഈ 3 ആൾക്കാരാണ് നമ്മുടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്ന് വേഗം പറയാം. ഫ്രിക്ഷൻ ഒരു കോൺടാക്ട് ഫോഴ്സ് ആണോ നോൺ കോൺടാക്ട് ഫോഴ്സ് ആണോ എന്ന് കമന്റ് ചെയ്യാം.